ഓം ശാന്തി. 27/1/2025 ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങളുടെ കർമാതീത അവസ്ഥ ആകുമ്പോൾ വിഷ്ണുപുരിയിൽ പോകാം. പാസ് വിത്ത് ഓണർ ആകുന്ന കുട്ടികളാണ് കർമാതീതമാകുന്നത്. ബാബ ഈ സംഗമയുഗത്തിൽ വന്ന് നമ്മെ ടീച്ചറായി പഠിപ്പിക്കുന്നു, സദ്ഗുരുവായി ശ്രീമതം നൽകുന്നു. ഇത്രയും പരിശ്രമിക്കുന്നത് നമ്മെ എല്ലാവരെയും വിഷ്ണുപുരിയിലേക്ക് യോഗ്യരാക്കുന്നതിനാണ്. എപ്പോഴാണോ കർമാതീത അവസ്ഥയിലെത്തുന്നത് അപ്പോഴാണ് നാം യോഗ്യരായി തീരുന്നത്. എപ്പോൾ കർമാതീത അവസ്ഥയിലെത്തുമോ അപ്പോൾ വിഷ്ണുപുരിയിലേക്ക് പോകാൻ സാധിക്കും. കർമാതീത അവസ്ഥ എന്നാൽ കർമ്മത്തിന്റെ പ്രഭാവത്തിൽ നിന്ന് ഉപരിയായിരിക്കുന്ന അവസ്ഥയാണ്. ആരാണോ പാസ് വിത്ത് ഓണർ, അതായത് ബഹുമതിയോടെ പാസ്സാകുന്നത്, അങ്ങനെയുള്ള കുട്ടികളാണ് കർമാതീതമാകുന്നത്. ചോദ്യം: നിങ്ങൾ കുട്ടികളുടെ മേൽ 2 അച്ഛന്മാരും ഏത് പരിശ്രമമാണ് ചെയ്യുന്നത്? ഉത്തരം: കുട്ടികൾ സ്വർഗത്തിന് യോഗ്യരാകണം. സർവഗുണസമ്പന്നരും 16 കലാസമ്പൂർണരും ആക്കുന്നതിനുള്ള പരിശ്രമം ബാപ് ദാദ 2 പേരും ചെയ്യുന്നു. ഇതൊരു തരത്തിൽ ഡബിൾ എൻജിൻ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെയുള്ള അത്ഭുതകരമായ പഠിത്തം പഠിപ്പിക്കുന്നു. ഇതിലൂടെ നിങ്ങൾ 21 ജന്മത്തിന്റെ ചക്രവർത്തി പദവി പ്രാപ്തമാക്കുന്നു. ശിവബാബ നിരാകാരനായ പരംപിത പരമാത്മാവാണ്. ബ്രഹ്മബാബ മനുഷ്യരുടെ പിതാവാണ്. ഇങ്ങനെയുള്ള 2 പിതാക്കന്മാരും ചേർന്ന് നമ്മൾ കുട്ടികളുടെ മേൽ നന്നായി പരിശ്രമിക്കുന്നു. നമ്മൾ കുട്ടികൾ സ്വർഗത്തിന് യോഗ്യരായി തീരുന്നതിന് വേണ്ടിയാണ് ഈ പരിശ്രമം. നമ്മൾ കുട്ടികളെ സർവഗുണസമ്പന്നരും 16 കലാസമ്പൂർണരും ആക്കുന്നതിനുള്ള പരിശ്രമമാണ് 2 പിതാക്കന്മാരും ചേർന്ന് ചെയ്യുന്നത്. ഇതൊരു തരത്തിൽ ഡബിൾ എൻജിൻ ലഭിച്ചതിന് തുല്യമാണ്. അതായത് ഇരട്ടി ശക്തിയോടെ മുന്നോട്ടു പോകാൻ സാധിക്കും. ശിവബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പാപമെല്ലാം ഭസ്മമാകുന്നു. നമ്മെ പഠിപ്പിക്കുന്നതും നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതും ശിവബാബയാണ്. ബ്രഹ്മബാബ ആദിദേവനാണ്. ഏറ്റവും നമ്പർ 1 ആയുള്ള മനുഷ്യാത്മാവാണ്. ബാബ സമ്പൂർണനാണ്. അങ്ങനെയുള്ള ബാബയെയാണ് നാം പിന്തുടരുന്നത്. എങ്ങനെ ബാബ ചിന്തിച്ചിരുന്നു, എങ്ങനെ സംസാരിച്ചിരുന്നു, എങ്ങനെ പ്രവർത്തിച്ചിരുന്നു, അതാണ് നാം നമ്മുടെ ജീവിതത്തിൽ കോപ്പി ചെയ്യുന്നത്. ഇങ്ങനെ 2 തരത്തിലുമുള്ള സഹായമാണ് ബാബ നമ്മൾക്ക് തരുന്നത്. ഈ സഹായത്തിലൂടെയാണ് നമ്മൾ വരാൻ പോകുന്ന 21 ജന്മത്തേക്ക് ചക്രവർത്തി പദവി പ്രാപ്തമാക്കുന്നത്. ഈ 21 ജന്മം എത്ര ശ്രേഷ്ഠമായി മുന്നോട്ടു പോകുന്നുവോ അതുപോലെ ആയിരിക്കും അടുത്ത് വരാൻ പോകുന്ന ദ്വാപര കലിയുഗങ്ങളിലെ ജന്മങ്ങളും. അതിനാൽ ഇപ്പോൾ നാം ബാബ പഠിപ്പിക്കുന്നതിൽ പറയുന്നതിൽ ശ്രദ്ധ കൊടുക്കണം. അത് ജീവിതത്തിൽ കൊണ്ടുവരണം. ഗീതം: കുട്ടിക്കാല ദിനങ്ങൾ മറക്കരുത്. ഇന്ന് ചിരിച്ചിട്ട് നാളെ കരയരുത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. അന്തിമ രക്തക്കളിയുടെ സീൻ കാണുന്നതിന് വളരെ വളരെ നിർഭയരും ശിവശക്തിയും ആകണം. സർവശക്തിവാനായ ബാബയുടെ ഓർമ്മയിലൂടെ ശക്തിയെടുക്കണം. 2. പാവനമായി പാവനമാക്കുന്ന ആത്മീയ സത്യമായ സേവനം ചെയ്യണം. ഡബിൾ അഹിംസകരാകണം. അന്ധർക്ക് വഴിയായി എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, വളരെ വളരെ നിർഭയരാകണം, ശിവശക്തികളാകണം. ശിവശക്തി എന്നാൽ ശിവന്റെ സന്തത സഹചാരി എന്നാണ്. ബാബയുടെ ഓർമ്മയിലിരുന്ന് ബാബയിൽ നിന്ന് ശക്തിയെടുത്ത് അന്തിമ രക്തക്കളി കാണുന്നതിന് തയ്യാറാകണം.
രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, യഥാർത്ഥ സേവനമെന്ന് പറയുന്നത് സ്വയം പവിത്രമായി മറ്റുള്ളവരെയും പവിത്രമാക്കുക എന്നതാണ്. ഈ സത്യമായ ആത്മീയ സേവനം ചെയ്യുന്നതിന് തന്റെ പവിത്രത വർദ്ധിപ്പിക്കണം, മറ്റുള്ളവരെയും പാവനമാക്കുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. നാം ഡബിൾ അഹിംസകരാകണം. കാമത്തിന്റെയും വികാരം ഉണ്ടാകരുത്, ക്രോധത്തിന്റെയും വികാരം ഉണ്ടാകരുത്. ലോകരെ അന്ധരെന്ന് പറയും, കാരണം അവരിൽ ആത്മീയ ജ്ഞാനമില്ല. അങ്ങനെയുള്ളവർക്ക് വഴികാട്ടിയായി എല്ലാവർക്കും തന്റെ വീടിനെക്കുറിച്ചും വീട്ടിലുള്ള നമ്മുടെ അച്ഛനെക്കുറിച്ചും ഉള്ള പരിചയം കൊടുക്കണം. വരദാനം: ഞാൻ എന്നതിൻ്റെയും എൻ്റേത് എന്നതിനെയും സമാപ്തമാക്കി സമാനതയും സമ്പൂർണതയും അനുഭവിക്കുന്ന സത്യമായ ത്യാഗിയായി ഭവിക്കട്ടെ. ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും ബാബ ഓർമ്മയുണ്ടായിരിക്കണം. ഞാൻ എന്നത് സമാപ്തമാകണം. ഞാനേ ഇല്ല എങ്കിൽ എൻ്റേതും ഇല്ല. എൻ്റെ സ്വഭാവം, എൻ്റെ സംസ്കാരം, എൻ്റെ നേച്ചർ, എൻ്റെ ജോലി അല്ലെങ്കിൽ ഡ്യൂട്ടി, എൻ്റെ പേര്, എൻ്റെ പെരുമ, എപ്പോൾ ഈ ഞാൻ എൻ്റേത് സമാപ്തമാകുന്നുവോ ഇത് തന്നെയാണ് സമാനതയും സമ്പൂർണതയും. ഈ ഞാൻ എൻ്റേത് എന്നത് ത്യാഗം ചെയ്യുന്നത് തന്നെയാണ് വലുതിലും വലിയ സൂക്ഷ്മ ത്യാഗം. ഈ ഞാൻ എന്നതിൻ്റെ അശ്വത്തെ അശ്വമേധ യജ്ഞത്തിൽ സ്വാഹ ചെയ്യൂ, എങ്കിൽ അന്തിമ ആഹൂതി ഉണ്ടാകും. വിജയത്തിൻ്റെ പെരുമ്പഴ മുഴങ്ങും. ഒരു ബാബയിൽ ഞാൻ എന്നതും എൻ്റേത് എന്നതും സമാപ്തമാക്കണം, ബലിയാക്കണം. എൻ്റെ സ്വഭാവം, സംസ്കാരം, എൻ്റെ നേച്ചർ, എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടി, എൻ്റെ പേര്, എൻ്റെ പെരുമ, ഈ എല്ലാ എൻ്റെ എന്നതും ബാബയിൽ സമാപ്തമാകുന്നത് തന്നെയാണ് സമാനതയും സമ്പൂർണതയും. ഇതിനെ തന്നെയാണ് ഏറ്റവും വലുതിലും വെച്ച് വലിയ സൂക്ഷ്മത്യാഗമെന്ന് പറയുന്നത്. എപ്പോഴാണോ ഈ ഞാൻ എന്ന അശ്വത്തെ ഈ അശ്വമേധ യജ്ഞത്തിൽ സ്വാഹ ചെയ്യുന്നത്, അപ്പോൾ അന്തിമ ആഹൂതി ഉണ്ടാകുന്നു, വിജയത്തിൻ്റെ പെരുമ്പഴ മുഴങ്ങുന്നു. സ്ലോഗൻ: ഹാൻജി എന്ന് പറഞ്ഞ് സഹയോഗത്തിൻ്റെ കൈ കൊടുക്കുക. അർത്ഥം: ആശീർവാദങ്ങളുടെ മാല അണിയുക. ആർക്കായാലും സമയത്തിന് സഹയോഗം നൽകുന്നതിലൂടെ ആശീർവാദത്തിന് പാത്രമാകുന്നു. ഓം ശാന്തി.